കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രതാപ്. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് സമോസയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം. മൈദ 250 ഗ്രാം, ക്യാരറ്റ് 2 എണ്ണം, ഗ്രീൻ പീസ് 1/2 കപ്പ്, കിഴങ്ങ് 2 എണ്ണം, ബീട്രൂട്ട് 1 എണ്ണം, സവാള 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, എണ്ണ വറക്കാൻ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, മസാല 1 സ്പൂൺ. ഇനി സമോസ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മൈദ ചപ്പാത്തി പരുവത്തിൽ കുഴയ്ക്കുക. അതിനുശേഷം പച്ചക്കറികൾ വേവിക്കുക. പിന്നീട് ചെയ്യേണ്ടത് സവാള വഴറ്റി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർക്കുക. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല എന്നിവ ചേർക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഗ്രീൻ പീസ്, കിഴങ്ങ്, ബീട്രൂട്ട് എന്നീ പച്ചക്കറികളെല്ലാം ചേർക്കുക. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുളകളാക്കുക. ഈ ഉരുളകളാക്കി അതിനെ പരത്തി 2ആയി മുറിക്കുക. ഇതിനെ കോൺ രൂപത്തിലാക്കി ഉള്ളിൽ മിശ്രിതം നിറയ്ക്കുക. അതിനുശേഷം അരികെ കൂട്ടിച്ചേർത്ത് എണ്ണയിൽ വറുത്തെടുക്കുക. അങ്ങനെ സമോസ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി സമോസ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി മൈദ ചപ്പാത്തി പരുവത്തിൽ കുഴയ്ക്കുക. അതിനുശേഷം പച്ചക്കറികൾ വേവിക്കുക. പിന്നീട് സവാള വഴറ്റി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർക്കുക. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എന്നിവ ചേർക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഗ്രീൻ പീസ്, കിഴങ്ങ്, ബീട്രൂട്ട് എന്നീ പച്ചക്കറികൾ ചേർക്കുക. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുളകളാക്കുക. ഇത് പരത്തി 2ആയി മുറിക്കുക. കോൺ രൂപത്തിലാക്കി ഉള്ളിൽ മിശ്രിതം നിറയ്ക്കുക. അതിനുശേഷം അരികെ കൂട്ടിച്ചേർത്ത് വറുത്തെടുക്കുക. അങ്ങനെ സമോസ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.